ഹായ് ഹലോ, കഴിഞ്ഞ ദിവസം തുടരുമെന്ന് പറഞ്ഞിട്ട് ഒരു അറൈവൽ ടീസർ എന്ന് പറഞ്ഞൊരു ടീസർ ഇറങ്ങിയത് ഏകദേശം 33 സെക്കൻഡ് ടീസർ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് ട്രെയിലർ ഇറങ്ങിയത്. പക്ഷെ എന്തോ കാരണം കൊണ്ട് നമുക്ക് ട്രെയിലർ വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ഡേറ്റും കാര്യങ്ങളും കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നീട് ചെയ്തിരുന്നില്ല. കാരണം നമ്മൾ ടൈമിൽ ചെയ്താൽ മാത്രമായിരിക്കും ആ വീഡിയോയ്ക്കുള്ള അതിന്റെ വ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരിലൊക്കെ എത്തിക്കാൻ സാധിക്കുള്ളൂ. കാരണം അതൊരു റിയാക്ഷൻ വീഡിയോ ട്രെയിലർ റിവ്യൂ ചെയ്യാതെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ ആ ട്രെയിലറിൽ മനസ്സിലായ കാര്യങ്ങളുമായി ഇപ്പോൾ അടുത്ത ടീച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വീഡിയോ കാണിക്കുന്നില്ല, വീഡിയോ കാണിച്ച് ഇനി കോപ്പിറൈറ്റ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അതിന് പിന്നാലെ വരും. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ അന്ന് ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഏകദേശം 2.5 മിനിറ്റ് ആയിരുന്നു അതിന് ട്രെയിലർ ദൈർഘ്യം ഉണ്ടായിരുന്നു. രാജപുത്ര വിഷ്വൽസ് ആണ്, ഇതെണ്ണാകാശം, അതുപോലെ രഞ്ജിത്താണ് പ്രൊഡ്യൂസർ, ഡയറക്ഷൻ നമ്മുടെ തരുമൂർത്തിയാണ്. കാസ്റ്റിംഗ് നോക്കി നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ശോഭന ചേച്ചി തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുള്ളൂ. തുടരുമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കുറേ കാലത്തിന് ശേഷം ഒരു നാട്ടിൻപുറത്തുകാരനായി അല്ലെങ്കിൽ വെറും സാധനക്കായി വരുന്ന പ്രത്യേകത ഉണ്ട്. ഷൺമുഖൻ എന്ന് പറയുന്നതാണ് മോഹൻലാൽ അതിർപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ഒരു ടാക്സി ഡ്രൈവറാണ്, ഒരു സാധാരണക്കാരൻ. അതായത് എന്താ പറയുക, തന്നേക്കാളേറെ തൻ്റെ ഫാമിലിക്ക് ഏറെ ഒരു പക്ഷേ കാറിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കഥയാണ്. എസ്പെഷ്യലി കാരണം അത് നമുക്ക് ട്രെയിലറിൻ്റെ ഫസ്റ്റ് ഷോട്ടിലൊക്കെ കാണാൻ സാധിക്കും. കാരണം ഒരു കാറ് കഴിക്കുന്ന ഭാഗം അപ്പുറത്തൊരു നായ വന്നിട്ട് അതിലൊരു യൂറിൻ പാസിംഗ് സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഓടിയെത്തുന്ന ഭാഗം കാണിക്കുന്നു. എസ്പെഷ്യലി എന്താ പറയുക, ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒപ്പം പോലത്തെ ഒരു പടം തന്നെയായിരിക്കും ഇത്. തുടരുമെന്ന് പറയുമ്പോൾ ചിത്രം കഴിഞ്ഞ ദിവസം തന്നെ തരുണിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇതൊരു എന്താ പറയുക ദൃശ്യം പോലത്തെ ഒരു ഫിലിമല്ല, ഒരു ഫീൽ ഗുഡ് അല്ല, എങ്കിൽ പോലും അത്യാവശ്യം എൻജോയിങ് ചെയ്യിപ്പിക്കുന്ന പല പല സീൻസ് ഉണ്ടെന്നും. കാരണം ഞാൻ പറയാൻ കാരണം സ്റ്റിൽസ് ആണെങ്കിലും ട്രെയിലറൊക്കെ തന്നെ നല്ലൊരു പ്രോമിസ് തന്നെയാണ് കാണിച്ചത്. ഒരു ഫീൽ ഗുഡ് അല്ല പടത്തിൽ. എന്തായാലും പാട്ടുകളൊക്കെ അങ്ങനെ തോന്നിപ്പിക്കൽ പോലും നല്ലൊരു ഫീൽ ഗുഡ് ആയിരിക്കില്ല പടത്തിന്റെ കണ്ടന്റ് ആയിട്ട്. നല്ലൊരു ത്രില്ലർ തന്നെയായിരിക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു. എനിക്ക് കണ്ടപ്പോൾ ഒരു തന്മാത്ര ഒപ്പം അതേപോലത്തെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ ലാലേട്ടിൽ കാണാൻ സാധിച്ചിരുന്നു ആ ട്രെയിലറിലൊക്കെ. കാരണം ഇതിൽ പറയുന്നുണ്ട് മഴ നനയില്ല കുട്ടിച്ച് എല്ലാവരും കൂടി മഴ നനയിക്കില്ലെന്ന് പറയുന്നുണ്ട് മോഹൻലാൽ. അതിനുശേഷം ശോഭനയും പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അന്ത കാറ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പ്രാന്ത് പിടിക്കുന്നു പറയുന്നുണ്ട്. കാരണം വെച്ചാൽ കാർ അത്രയേറെ ഒരു കണ്ടന്റ് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു എവിടെയും യാത്ര പോകുമ്പോൾ കാറ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കാറ് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. കാരണം ട്രെയിലിൽ തന്നെ വ്യക്തമായിരുന്നു സാറിൻ്റെ കാർ എപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്, ബാൻ ചോദിക്കുന്നുണ്ട് ട്രെയിലിൽ ആ ടൈമിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് തരാൻ സൗകര്യമില്ല എന്ന് പറയുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷൻ നടക്കുന്നുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞ കുറച്ച് സീൻസൊക്കെ കാണിക്കുന്നത്. അപ്രധാനമായിട്ടും കാറ് തന്നെയാണ് പടത്തിൻ്റെ മെയിനായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ ആ കാറ് കിട്ടാത്തവരുള്ള ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ തെറ്റിക്കുന്നതും അതെങ്ങനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും പടത്തിൻ്റെ ഒരു കണ്ടന്റ് വൈസ് നോക്കുന്നു. അതിലപ്പുറത്തോട്ട് പക്ഷെ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ടാവുക. നല്ലൊരു ത്രില്ലർ ചിത്രം തന്നെ ആവുന്ന ഒരു 100% ഉറപ്പ് തന്നെയാണ്. എന്തായാലും ട്രെയിലർ കണ്ട് വ്യക്തമാണ്. നേരെ നമ്മൾ ടീസറിലോട്ട് കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു താടി കുടിച്ചുള്ള സീൻസ് തന്നെയാണ്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ താടി എടുക്കുന്നില്ല, പല പടത്തിലും അദ്ദേഹത്തിന് മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷെ അതിന് തൊട്ട ഒരു മറുപടി തന്നെയായിരിക്കും സ്നേഹപൂർവ്വം എന്ന് പറയുന്ന ചിത്രം. അതിന് മുമ്പ് തന്നെ തരുൺ എന്ന് പറയുന്ന ഒരു ഫാൻ ബോയ് കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. താടി കെട്ടിയുന്ന ഭാഗത്ത് ശോഭനിച്ച് പറഞ്ഞു തന്റെ താടി തുടർ കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് താടി ആ കടപ്പച്ചനായി എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരു ഹ്യൂമർ എല്ലാ ഭാഗങ്ങളും ആ ടീസറിൽ തന്നെ എടുത്ത് കാണിക്കുന്നത് വ്യക്തം തന്നെയാണ്. അപ്പോൾ കോമഡിക്ക് കോമഡി, ഫീൽ ഗുഡും ഇമോഷൻസും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫിലിം തന്നെയായിരിക്കും തുടരുമെന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു 100% ഉറപ്പ് തന്നെയാണ്. മറ്റൊരു കാര്യം, ആ ടീസറിൽ നമ്മുടെ സ്വന്തം ലെജൻഡ് ആയിട്ടുള്ള കമലഹാസ്, നമ്മുടെ സ്വന്തം മമ്മൂക്കനൊക്കെ ടീസറിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി കൂടുതലേക്ക് തോന്നുന്ന ഒരു സിനിമാ പ്രേമി ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി തന്നെയായിരിക്കും. അല്ലെങ്കിൽ മുമ്പ് അദ്ദേഹം വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്തിരിക്കാം ഫിലിമായി ബന്ധപ്പെട്ട്. കാരണം രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അതിലും എന്തൊക്കെയോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുന്ന കാര്യത്തിൽ ഒരു ശതമാനം തന്നെ ഉറപ്പ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ പാട്ടുകളൊക്കെ നല്ല തന്നെ ഒരു പ്രോമിസിങ് തന്നെയാണ്. ഇപ്പോൾ ടീസറിലാണെങ്കിലും ട്രെയിലറാണെങ്കിലും തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തോന്നിപ്പിക്കുന്നുണ്ട്. കാരണം ഈ പോസ്റ്റർ പോലും കാണുന്ന പ്രേക്ഷകരിലേക്ക് അത്രയേറെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ സമയമായി പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തുടരുമെന്ന് പറയുന്ന ചിത്രം എന്നാണ് ഇറങ്ങുന്നത്, ഇതെന്തായാലും കാണണമെന്ന്. കാരണം മോഹൻലാൽ അതുപോലെ തന്നെ ശോഭന എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള എന്താ പറയുക ഒരു പ്രകടനങ്ങൾ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ജോഡികൾ സ്ക്രീനിൽ എത്തുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ എന്താ പറയുക ആഗ്രഹിക്കുന്നുണ്ടാവും കാണാൻ വീണ്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് നമ്മുടെ ഏപ്രിൽ 26 തുടരുമെന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. 25 ഡേറ്റ് മാറിയതാണ്, വെള്ളിയാഴ്ച. അപ്പോൾ തുടരാൻ വേണ്ടി ഞാനും പേടിയും തന്നെയാണ്. അപ്പോൾ ടീസറും ട്രെയിലറൊക്കെ വന്നിരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രീ ടീസർ ഇനി വരുമോ ഇല്ലയെന്ന് അറിയില്ല. തീർച്ചയായിട്ടും പടത്തിൻ്റെ ഏകദേശം കണ്ടന്റ് വൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രതീക്ഷകളെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞ് ഒരു സാധാരണ ഒരു ഫിലിം അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ലാലേട്ടൻ്റെ പടം എന്ന് കാണുന്ന പ്രതിനിധിയിൽ കാണാൻ വേണ്ടി ശ്രമിച്ച നല്ലൊരു എന്താ പറയുക നല്ലൊരു മാറ്റം തന്നെ നമ്മളിലേക്ക് സംഭവിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും തുടർന്ന് പറയുന്ന ചിത്രം
ഒരു 100 കോടിയെങ്കിലും എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ലൊരു വിജയമാകാനുള്ള എല്ലാ സാധ്യതകളും പടത്തിലുണ്ട്. അതിൻ്റെ ടീം വർക്ക് ആണെങ്കിലും പ്രകടനം വൈസ് ആണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ ഒരു നല്ല പ്രതീക്ഷ കാത്തിരിക്കുന്നുണ്ട് തുടരുമെന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും തുടരും. ഒരു റിലീസ് ദിവസം കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഫസ്റ്റ് ഡേ കാണാൻ സാധിക്കില്ല, ജോലിയുടെ ചില പ്രശ്നം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ആ ഫസ്റ്റ് ഡേ കാണാൻ സാധിക്കാതെ വളരെ വിഷമമുണ്ട്. എങ്കിൽ പോലും റിലീസ് സീസൺ തന്നെ കാണും. അത് ഞാൻ കയറിയിട്ട് തന്നെ നമ്മൾ റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും. ബൈ ബൈ.